എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, 8:42 കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഭയങ്കര നല്ല രീതിയിൽ പൊക്കത്തോട്ട് പോയി. സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. ആ സെയിം ഇത് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് അനിയനാണ് എന്നുള്ളത്. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിരിക്കുന്നത്. ആ മൂവ്മെന്റ് ഇവിടെ നിന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ടാർഗറ്റ് ലെവലായിട്ട് കാണുന്നത് ഈ ഒരു ഏരിയ ആണ്. ഒരു ക്വിക്ക് അനലൈസാ, ചാർട്ട് കണ്ടു, കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഈ ലെവല് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏത് രീതിയിലാവും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. 5 മിനിറ്റിൽ ഡൗൺ ആയി, 15 മിനിറ്റ്സിൽ RSI ഓൾറെഡി ഡൗൺ ആയി, ട്രെൻഡ് ഓൾറെഡി ഡൗൺ ആയി. 30 മിനിറ്റിൽ RSI ഡൈവർജൻസ് ആയി, ഇവിടെ ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നേക്കണം. നേരെ മറിച്ച് ഈ റെഡ് ബാറിന് മുകളിൽ, അതായത് ഏകദേശം 4072 ഭാഗം വരും. അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 4105 ഭാഗത്തേക്ക് പോകുള്ളൂ കേട്ടോ. ഒരു ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് ബ്രേക്കൗട്ട് ആവട്ടില്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പം നമ്മളവിടെ ഫേക്ക് ബ്രേക്കൗട്ട് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെ റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഇത് എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് 4019 18 ഭാഗത്തേക്കൊക്കെ വരണം. ലോങ് ഹോൾഡിംഗ് ആണ്. ചിലപ്പോൾ നാളെ രാവിലെ ആവാം, ഉച്ചക്കാവാം, വൈകിട്ടാവാം. എനിവേ ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മേളിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റില്ല. റെഡിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റ് എവിടെയൊക്കെ പൊക്കോട്ടെ. ഇപ്പം 4105 പൊക്കോട്ടെ, 4122 പൊക്കോട്ടെ, എവിടെ പോയാലും മാർക്കറ്റ് 4016 എന്നുള്ള, അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ഏകദേശം 4017.475 ആണ്. അപ്രോക്സിമേറ്റ് 4016. ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് എത്തും 100%. അത്ര കോൺഫിഡൻ്റ് ആണ് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ടിലിരിക്കും. ആ കോൺഫിഡൻറ്റ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം, ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ. ഒരുപാട് തല പുകച്ച് ആലോചിക്കാതെ ഒരുപാട് ലെവലുകളിലൊക്കെ വരച്ച് നമ്മൾ കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ വളരെ സിമ്പിളാണ്. ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മാർക്കറ്റ് എവിടെയൊക്കെ പോയാലും എവിടെയൊക്കെ റിവേഴ്സ് ആയാലും 4016 എന്നുള്ള ലെവല് 100% മാർക്കറ്റ് റീച്ച് ചെയ്തിരിക്കും. അതാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാലുള്ള അഡ്വാൻറ്റേജ്. കോൺഫിഡൻറ്റ് 100% കിട്ടും. നമസ്കാരം. 16/7/2026, സമയം 6:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഏകദേശം നോട്ട് ചെയ്ത് വെച്ചൊരു ലെവലും അതിൻ്റെ ടാർഗറ്റുകളും കൺഫേം ആയിട്ടുള്ള ടാർഗറ്റുകൾ ഒക്കെ ഓൾറെഡി ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ കാര്യങ്ങൾ പറയും. അതനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയണ്ടേ, ടാർഗറ്റ് എത്തും വരെ ക്ഷമയോടുകൂടെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റ് ഇത് അനലൈസ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഈ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഫോക്കസ് ചെയ്തത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ആ ഒരു 100% മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നോട്ട് ചെയ്തത് 4016 ആണ്. അത് ഞാൻ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യാൻ വേണ്ടി 4018 മാറ്റിയിട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല ടാർഗറ്റ് എന്ന് പറയുന്നത് 3990 ആണ്. അപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ, അതായത് ടാർഗറ്റ് എത്തും വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ക്ഷമയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇടയ്ക്ക് കൺഫേം ആയിട്ടുള്ള ടാർഗറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. മാർക്കറ്റിൽ എന്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായെങ്കിലും മാർക്കറ്റ് കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ അത് മൂവ്മെൻ്റ് ആയി നോക്കാം. ഇന്നലെ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു, അവിടെ എത്താതെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റെഡ് ബോക്സിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് മേളിലോട്ടുള്ള മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു, വീണ്ടും ടാർഗറ്റ് എത്താതെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രേഡറെ സംബന്ധിച്ച് അവിടെ നിരാശ ഉണ്ടാവാം,
അല്ലെങ്കിൽ ടാർഗറ്റ് എത്താതെ തിരിച്ച് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചൊരു വ്യക്തിക്ക് മുകളിലോട്ട് പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. മുമ്പ് പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന്. ഇത് താഴത്തോട്ട് കുതിക്കാൻ വേണ്ടി ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ മേളിലോട്ട് പോയതാണ്. അത് കറക്റ്റായിട്ട് 4042 റെസിസ്റ്റ് ചെയ്തിട്ടാണ് താഴത്തോട്ട് വന്നിരിക്കണത്. അതിപ്പോൾ വന്ന് നിൽക്കണത് 4004 വന്ന് നിൽക്കുന്നത്. അത് മേജറായിട്ട് അതിൻ്റെ ഒരു ലോവർ വിക്ക് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അവിടെയാണ്. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ്. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് 3990, 91 എന്നുള്ള ഭാഗമാണ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത്രയും വലിയ ഡംപ് വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 0.02 3 5 ഒക്കെ ആണെങ്കിൽ അതിലൊരു 70% കൊടുത്തിട്ട് ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സാധാരണ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇവിടെ താഴത്തോട്ട് വരും, അല്ലെങ്കിൽ SL അടിക്കും, പേടിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കണ 10 ട്രേഡ് ഒരു ദിവസം ചെയ്യുന്ന 10 പോയിന്റിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസും 20 പോയിന്റ് ടാർഗറ്റ്, ഇതായിരിക്കും മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 20 പോയിന്റ് ടാർഗറ്റിന് വേണ്ടിയിട്ട് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചിലപ്പോൾ ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ $100 ഓൾറെഡി ലോസ് ആവും. ഞാൻ അവിടെ മാറിയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആ 10 ട്രേഡ് ലോസ് ആവുന്നത് ഒറ്റ ട്രേഡിൽ ഞാൻ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കിയിട്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. അതാണ് ഇന്നലെ ഞാൻ സ്പെഷ്യലി എടുത്തു പറഞ്ഞത്. മാർക്കറ്റ് എവിടെയൊക്കെ പൊക്കോട്ടെ, എത്ര വലിയ പൊക്കത്ത് പൊക്കോട്ടെ, ഈവൻ 4103 5 വരെ പൊക്കോട്ടെ, എവിടെ പോയാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് 4016 പറഞ്ഞത്. അത് ഞാൻ 18 അപ്ഡേറ്റഡ് ആക്കിയതാണ്. ഈ ഭാഗത്ത് വരുമെന്നുള്ളത് 100% ഞാൻ പറഞ്ഞതാണ്. അത് എക്സ്പീരിയൻസ് ആണ്. 3.5 വർഷമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കൊണ്ടുണ്ടാവുന്ന കോൺഫിഡൻ്റ് ആണ്. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് പ്രീവിയസ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ കണ്ടുപിടിക്കാം. ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേക്കും സാധാരണ ഒരാളും ഹോൾഡ് ചെയ്യത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ സ്ട്രാറ്റജി പഠിക്കുന്നതിന് മുമ്പ് ഞാനും ഹോൾഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഒരുപാട് നാൾ നമ്മൾ ഈ സ്ട്രാറ്റജി കണ്ട് പഠിക്കുമ്പോഴാണ് കൃത്യമായിട്ട് എവിടെയൊക്കെ മാർക്കറ്റ് വരും, എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പഠിക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണം. കാരണം അതിൽ DK ഉണ്ട്, സ്ട്രൈക്ക് സെലക്ഷൻ നോക്കണം, അതേപോലെ തന്നെ ഇൻഡെക്സും സ്ട്രൈക്കും തമ്മിൽ കമ്പയർ ചെയ്യണം, സിയും ബിയും പഠിക്കണം. അപ്പോൾ അത് ഇത്തിരി സമയമെടുത്ത് പഠിക്കേണ്ട കേസാണ്. പക്ഷേ ഈ ഫോറക്സ് മാർക്കറ്റിൻ്റെ ഈ ഒരു ചാർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്കും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബേസിക് നോളജൊക്കെ അറിയാവുന്ന ഒരാൾക്ക്, ഇപ്പോൾ എന്നെ മെജോറിറ്റി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ചാർട്ടിന് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അല്ലാതെ ട്രേഡിങ്ങിൻ്റെ ബേസിക് ടു അഡ്വാൻസ് ഒന്നും പഠിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കോൺടാക്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം സ്ഥലത്തൊക്കെ പോയി പഠിച്ചിട്ടാണ് എൻ്റെ അടുത്ത ആൾക്കാർ വരുന്നത്. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. അതായത് ലോസ് വന്ന ആളുകൾ പല പല ലോസ് കണ്ട്, അല്ലെങ്കിൽ കാശിട്ട് ചെയ്തും കൊടുത്തും കൊണ്ടും കൊടുത്തൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അവർ ഒരുപാട് സൈക്കോളജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകളായിരിക്കും, പല സിറ്റുവേഷൻസ് മനസ്സിലാക്കിയ ആളുകളായിരിക്കും. അപ്പോൾ ഫോറക്സ് പഠിക്കാനായിട്ട് ഈ ചാർട്ട് വെച്ചിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ടിട്ട് ഈ ചാർട്ട് സെറ്റ് ചെയ്ത് ഈ ചാർട്ടിൻ്റെ ലെവലുകളൊക്കെ മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ളതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റ് പോലെ കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ദിവസം വരാം, ഒരാൾക്കായിട്ട് വരാം, 2 പേർക്കായിട്ട് വരാം, 10 പേർക്കായിട്ടാണെങ്കിലും വരാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ അത്ര വലിയ നോളജുള്ള ആളല്ല. ബിക്കോസ് ഞാൻ വലിയ കോഴ്സോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെയൊക്കെ ടാർഗറ്റ് എത്തും, കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ വിളിച്ചിട്ട് വരാം. ഒരു ദിവസം കൊണ്ടൊക്കെ പഠിച്ച് ബാക്കി ഇതുള്ള ദിവസങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തോക്കേണ്ടി വരില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മളും ചാർട്ടുമായിട്ടൊരു സിങ്ക് ആവണം, ഒരു ആത്മബന്ധം ഉണ്ടാവണം, ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള മൂവ്മെൻ്റ് ഒക്കെ കണ്ടുപിടിച്ചെടുക്കാം. 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഈ ഒരു മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു,
ഇത് എങ്ങനെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരുമെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ്. ഇന്നലെ വീഡിയോയിൽ ഞാനൊരു കോമഡി പാറ്റേൺ പറഞ്ഞിട്ടുണ്ട്. ഇത് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് അനിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചേട്ടൻ എന്താ സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ പോയി ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും ഒരു ആ ഹൈയിലേക്ക് ഒരു വിക്ക് പോയി ശേഷമാണ് താഴത്തോട്ട് വന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെയാണ് സംഭവിച്ചത്. ഒന്ന് താഴത്തോട്ട് പോയി, ഇത്തിരി കൂടെ ഷേപ്പ് വ്യത്യാസം വന്നെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും മുകളിലോട്ട് പോയിട്ടാണ് താഴത്തോട്ട് വന്നത്. ഏകദേശം ഒരു സിമിലാരിറ്റി പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലിരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നേരിട്ട് വിളിക്കാം. അപ്പോൾ പുതിയൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർക്കും നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഞാൻ മെൻ്റലി ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടാണ് കൂടുതലും പഠിപ്പിക്കുന്നത്. ടെക്നിക്കലി 20% കൂട്ടിയാൽ മതി. ബാക്കി 80% മെൻ്റലാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് നല്ലതായതുകൊണ്ടും ആ ഒരു ടാർഗറ്റിലേക്ക് കോൺഫിഡൻറ്റോട് കൂടി മെൻ്റലി സ്ട്രോങ് ആക്കി ഇരുന്നത് കൊണ്ടാണ് അവിടം വരെ എത്തിയത്. പക്ഷെ മെൻ്റലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ടാർഗറ്റ് എത്താതെ വരുമ്പോഴത്തേക്കും നമ്മൾ റിവെഞ്ച് ട്രേഡിലേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഫാളാവാനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഓരോ മൈനസും എന്നെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റിയാണ്, കൂടുതൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വേണം മാറി ചിന്തിക്കുക. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ട്രേഡേഴ്സും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാരും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് സെയിം എല്ലാവരും ഫോളോ ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്നും നമ്മുടേതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മളുടെ ക്യാരക്ടറും അനുസരിച്ചിട്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കണം. ആ ഒരു ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലോകത്തു നിന്ന് പുറത്ത് കിടന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.